the global standard doors and windows. 8 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ. വഴിക്കടവ് ആയിരിക്കും ആദ്യം വോട്ടെണ്ണൽ ആരംഭിക്കുക. അവിടെ നിന്ന് തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമെന്നുള്ളതാണ് ഒരു സംശയമില്ലാതെ ഈ നിമിഷം പറയാൻ കഴിയുന്നത്. സ്ട്രോങ് റൂമെല്ലാം തുറന്നിരിക്കുന്നു. വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കുക എന്നത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നു. എവിടം വരെയായി വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ? അല്പസമയം മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ. എന്തായി സ്ട്രോങ് റൂം തുറന്നതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ? KC ഉണ്ണികൃഷ്ണൻ. MS വെറും 7 മിനിറ്റ് മാത്രമാണ് ഇനിയുള്ളത്. നിലമ്പൂർ എങ്ങോട്ട് എന്നതറിയാനായി 7 മിനിറ്റ് മാത്രം. കൃത്യം 8:15 തന്നെ ആദ്യഫല സൂചനകൾ പുറത്തു വരും. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:15 തന്നെ ആദ്യഫല സൂചനകൾ പുറത്തു വരും. സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം തന്നെ ടേബിളുകളിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിൽ ആദ്യം എണ്ണി തുടങ്ങുക വഴിക്കടവ് പഞ്ചായത്താണ്. വളരെ നിർണായകമായ ഒരു പഞ്ചായത്ത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2016 അവിടെ LDF വലിയ രീതിയിൽ സ്വാധീനം നൽകിയ, അല്ലെങ്കിൽ LDF ഒരു ഭൂരിപക്ഷം നൽകിയ ഒരു പഞ്ചായത്ത് എന്ന് തന്നെ വഴിക്കടവിനെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം 2021 അവിടെ UDF ചെറിയ മേൽക്കൈ ഉണ്ടായെന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വഴിക്കടവ് എങ്ങോട്ടാണ് എന്നതും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. കൂടാതെ മറ്റ് പഞ്ചായത്തുകളിലും അവിടെ പല മേഖലകളിലും LDF സ്വാധീനമുള്ള മേഖലയുണ്ട്. നിലമ്പൂർ നഗരസഭയാണെങ്കിൽ അവിടെ ചെറിയൊരു മേൽക്കൈ LDF നഗരസഭയാണ്. ഇവിടെയെല്ലാം വലിയ രീതിയിൽ സ്വാധീനം നേടിയെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം LDF സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2021 തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് UDF ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത്. അവിടെ LDF സ്വാധീനമുള്ള പല മേഖലകളിലും UDF മേൽക്കൈ നേടിയെടുക്കാൻ 2021 കഴിഞ്ഞിരുന്നു എന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF ശക്തമായ കോട്ടകളെല്ലാം തന്നെ അവിടെ ശക്തമായ കോട്ടകളെല്ലാം തന്നെ ഒരു മേൽക്കൈ നേടാൻ ആകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് UDF ഉള്ളത്. എന്തായാലും 263 ബൂത്തുകളാണ് ഉള്ളത്. അതിൽ 7 പഞ്ചായത്തുകൾ, ഒരു നഗരസഭ. ഇതിലേറ്റവും നിർണായകമാകുന്നത് ഈ ആദ്യത്തെ വഴിക്കടവ് തന്നെയാണ്. എന്തായാലും 14 ടേബിളുകളായാണ് വോട്ടെണ്ണൽ നടക്കുക. ഇതിൽ ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. 1403 പോസ്റ്റൽ വോട്ടുകളാണുള്ളത്. എന്തായാലും അല്പസമയം, ഇനി 5 മിനിറ്റ് മാത്രമാണ് ഉള്ളത് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. നമ്മളും സജ്ജമാണ്. കൃത്യമായ വിവരങ്ങൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി നമുക്ക് കഴിയും. 8:15 തന്നെ ആദ്യ ഫല സൂചനകൾ ലഭിച്ചു തുടങ്ങും. MS KC ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ആന്റണി ജിസ് ജോർജ്, പ്രസാദ് കാളിദാസൻ, നിഖിൽ, റിയാസ് KMR എന്നിവർ ചേരുന്ന നിരയാണ് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ഈ 8 മണിക്ക് കൃത്യം വോട്ടെണ്ണൽ ആരംഭിച്ച് ഫലപ്രഖ്യാപനം വരെ തുടർച്ചയായിട്ട് ഒന്നൊന്നായി അനുനിമിഷം അതിവേഗത്തിൽ പ്രേക്ഷകരിലേക്ക് ഈ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങൾ എത്തിക്കാൻ പോകുന്നത്. നിലമ്പൂരിൻ്റെ ജനമനസ്സ് ഉടൻ അറിയാം. സ്ട്രോങ് റൂമുകളെല്ലാം തുറന്നിരിക്കുന്നു. 8 മണിക്ക് കൃത്യം വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോകുന്നു. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഫലസൂചനകൾ 8:15 തന്നെ ലഭിക്കാൻ പോകുന്നു. ഒരു വർഷത്തിനുള്ളിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ അതിനു മുൻപുള്ള രാഷ്ട്രീയ ബലാബല പരിശോധന ആണ് ഇപ്പോൾ നിലമ്പൂരിൽ പൂർത്തിയായിരിക്കുന്നത്. അതിൻ്റെ ഫലപ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത്. 75.27% എന്ന നിലമ്പൂരിലെ പോളിംഗിൻ്റെ അകത്ത് ജനമനസ്സ് ഏതൊക്കെ രീതിയിലാണ് തങ്ങളുടെ ഇംഗിതങ്ങൾ, തങ്ങളുടെ സമ്മതിദാന മോഹങ്ങൾ പതിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. 1,74,667 പേർ വോട്ട് ചെയ്തിരിക്കുന്നു. ആ 1,74,667 വോട്ടുകൾ ആർക്കൊക്കെ ഇനംതിരിച്ച് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ അറിയാൻ പോകുന്നു. മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ പേർ വോട്ട് ചെയ്യുന്നത് ഇതാദ്യമാണ് എന്നുള്ള രീതിയിലുള്ള കണക്കുകളുമുണ്ട്. 1500-നടുത്ത് പോസ്റ്റൽ വോട്ടുകളുണ്ട്. അവ എണ്ണാൻ പോകുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് 12,631 സ്ത്രീകൾ അധികമായി വോട്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകൾ അധികമായിട്ട് വോട്ട് ചെയ്തത്? ആ സ്ത്രീ മനസ്സുകളുടെ അകത്തുള്ളത് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ആ സ്ത്രീ മനസ്സുകളിൽ സവിശേഷമായിട്ടുണ്ടോ? പ്രത്യേകിച്ചും വന്യജീവി ശല്യം അടക്കമുള്ളവ ഏറ്റവും പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. കൂടുതൽ പേരും വീടിനകത്ത് തന്നെ ഉള്ളത് സ്ത്രീകളായിരിക്കെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാവുകയും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അവരാണ് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 8000 വോട്ടിന് ജയിക്കാമെന്നാണ് UDF പൊതുവെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ആ
8000 വോട്ടിന് ജയിക്കാമെന്ന് പറയുമ്പോൾ അത് 25,000 വരെ, ഒരു 1,00,000 വോട്ട് വരെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതീക്ഷ അവർ വെക്കുമ്പോൾ ഒരു 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF പ്രതീക്ഷിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കും, ഒരു സംശയവുമില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. വോട്ട് വിഹിതം ഏത് രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് NDAയുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. ഒരു 25,000 മുതൽ 30,000 വരെ വോട്ട് പിടിക്കുമെന്നാണ് PV അൻവറിൻ്റെ വാദം. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പരമാവധി 15,000 മുന്നണികൾ കണക്ക് കൂട്ടുന്നത്. ആ 15,000 PV അൻവറിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന 15,000 എന്ന് പറയുന്നത് ആരെയാണ് ബാധിക്കുക? അത് സ്വരാജിനെയാണോ ആര്യടൻ ഷൗക്കത്തിനെയാണോ ആ 15,000 ബാധിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അറിയാം. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്, LDF സ്ഥാനാർത്ഥി M സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, സ്വതന്ത്രനായി എത്തുന്ന PV അൻവർ എന്നിവർ ഉൾപ്പെടെയുള്ള 10 സ്ഥാനാർത്ഥികളും ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ മുന്നിലാണ്. ഒപ്പം തന്നെ ബൂത്തുകളിലുണ്ട്, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലുണ്ട്. ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് രാജിവെച്ചതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയതെങ്കിലും അതിനുശേഷം ഉണ്ടായ സംഭവഗതികൾ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, CPIM-നെതിരെയും LDF-നെതിരെയും സംസാരിച്ച് രാജിവെച്ച PV അൻവറിന് UDF-നെതിരെ തന്നെ വീണ്ടും സംസാരിക്കേണ്ടി വരുന്നൊരവസ്ഥ അടക്കം വന്നിരിക്കുന്നു. അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ വോട്ടെണ്ണൽ പ്രക്രിയയെ